രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. हरे कृष्णा। ओम हरे नमो कृष्णा माताजी। वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताक स्वामिन् इति नामिने। नम आचार्यपादाय निताय कृपप्रदायिने गौरकथा दामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधाकान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा 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 हरे 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 राम 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 हरे हरे. രാധാ ഗോവിന്ദ് മന്ദിർ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാദന മന്നിഷ്ടാരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കി ജയ. ശില പ്രഭുപാദ് കി ജയ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 20. ഋതുമഹാരാജാവിന്റെ യാഗവേദിയിൽ ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ. ശ്ലോകം 28. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണിനഃ സമീഹിതം കരോഷി ഫൽഗുപ്യുരുദീനവത്സലഃ സ്വ ഏവ ധിഷ്ണേഭിരഥസ്യ കിം തയാ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണിനഃ സമീഹിതം കരോഷി ഫൽഗുപ്യുരുദീനവത്സലഃ സ്വ ഏവ ധിഷ്ണേഭിരഥസ്യ കിം തയാ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണിനഃ സമീഹിതം
करोषि फल्गुप्युरुदीनवत्सलः स्व एव दिष्णेऽपि रथस्य किं तया. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം ജഗജ്ജനന്യാം ജഗദീശ വൈശസം യാദേവ യത്കർമ്മണി ന സമീഹിതം. യാദേവ യത്കർമണിന സമീഹിതം. കരോഷി ഫൽഗപ്യുരുദീനവത്സലഃ കരോഷി ഏവ ദിഷ്ണേऽപി രഥസ്യ കിം തയാ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം ജഗജ്ജനന്യാം ജഗദീശ വൈശസം യാദേവ യത്കർമ്മണി ന സമീഹിതം. യാദേവ കരോഷി ഫൽഗപ്യുരുദീനവത്സലഃ കരോഷി സ്വ ഏവ ദിഷ്ണേऽപി രഥസ്യ കിം തയാ. മതിയോ? മതി മതി. ഹരേ കൃഷ്ണ. മാലതി ശ്യാമ ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗപ്യുരുദീന വത്സലഃ സ ഏവം ദിഷ്ണേഭിരുദസ്യ കിം ദയാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. സുവർണപ്രഭ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗുപ്യുരുദീനവത്സലഃ സ്വയേഷ തൃഷ്ണേഭിരതസ്യ കിം തയാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പങ്കജാക്ഷി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫലപുരോദീനവത്സലഃ സ്വയേവ ധിഷ്ണോ ബിരദസ്യ കിം തയഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പത്മകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗുപ്യുരുദീനവത്സലഃ സ്വയേവ ധിഷ്ണേഭിരതസ്യ കിം ദയാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. രാമചന്ദ്ര പൈ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗുപ്യുരുദീനവത്സലഃ സ്വയേവ ദിഷ്ണേഭിരതസ്യ കിം തയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. തങ്കമണി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗുപ്യുരുദീനവത്സലഃ സ്വയേവ ധിഷ്ണേഭിരതസ്യ കിം തയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അംബിക കേശവി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗുപ്യുരുദീനവത്സലഃ സ്വയേവ ദിഷ്ണേഭിരതസ്യ കിം തയാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. സീതാരാമനുണ്ണി മാതാജി. ഹരേ കൃഷ്ണ.
हरे कृष्ण माता जी। ओम नमो भगवते वासुदेवाय। जगज्जनन्यां जगदीश वैश्यसं स्यादेव यत्कर्मणि न सम्मिहितं करोषि फल्गुप्यदीनवत्सलः स्व एव दीक्षण्यभिरतस्य किं तया। हरे कृष्ण माता जी। ഹരേ കൃഷ്ണ. വിജയ എന്നാണോ മാതാജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗുപ്യരുദീന വത്സലഃ സ്വയേഷ ധിഷ്ണേ ബിരദസ്യ കിം തയാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. സിന്ധു മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കേൾക്കണില്ലേ മാതാജി? കേൾക്കാലോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യ ജഗദീശ വൈശസം സ്വാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗപ്യുരുദീന വത്സലഃ സ്വയേവ ദിഷ്ണേ ബിദദസ്യ കിം ദയാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രമണി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗപ്യുരുദീന വത്സലഃ സ ഏവ ദിഷ്ണേ വിരദസ്യ കിം തയാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വത്സല മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗദ്ഗണന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗപ്യരുദീന വത്സലഃ സ്വ ഏവ ദിഷ്ണേഭിരദസ്യ വിരദസ്യ കിം തയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മഞ്ജു മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്വാദേവേത്കർമ്മണിനഃ സമീഹിതം കരോഷി ഫൽഗപിരുദീന വത്സലഃ സ്വയേവ ദിഷ്ണേ വിരദസ്യ കിം തയാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മിഡിലിൽ വരുമ്പോ ഹാ വേണ്ടതില്ല, സ ഡബിൾ ചെയ്താൽ മതി. നസ്സ അങ്ങനെയാണ് മാതാജി പ്രൊണൗൺസിയേഷൻ വരാം കേട്ടോ. നാ മാത്രമേ നമ്മൾ ഉച്ചരിക്കുള്ളൂ, ഹാ ഉച്ചരിക്കില്ല. അതിന് പകരം സ ഡബിൾ ആക്കും. നസ് സമീഹിതം അങ്ങനെ. ഹരേ കൃഷ്ണ. അനിതകുമാരി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗപ്യരുദീന വത്സലഃ സ ഏവ ദിഷ്ണേ ബിരദസ്യ കിം തയാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശോഭ മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശ്യസം സദൈവ കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗുപരിപുദീന വത്സലഃ സ്വയേവ ദിക്ഷ്ണേ അഭിരദസ്യ കിം തയാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ബാക്കിയുള്ളവർക്ക് അടുത്ത ശ്ലോകം ചൊല്ലാം. നമുക്ക് ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഫൽഗപ്യുരുദീന വത്സലഃ സ്വ ഏവ ദിഷ്ണേ ബിരദസ്യ കിം തയാ. ജഗജ്ജനന്യാം ലോകമാതാവിൽ ലക്ഷ്മി. ജഗദീശ അല്ലയോ ലോകത്തിന്റെ ഈശ്വരനെ. വൈശസം കോപം. സ്യാദ് ഉണ്ടായേക്കാം. ഏവ തീർച്ചയായും. യത്കർമ്മണി ആരുടെ പ്രവൃത്തിയിൽ. ന എന്റെ. സമീഹിതം ആഗ്രഹം. കരോഷി അങ്ങ് പരിഗണിക്കുക. ഫൽഗു നിരർത്ഥകമായ സേവനം. അപി പോലും. ഒരു വളരെ മഹത്തായ. ദീനവത്സലഃ പാപങ്ങളോട് താല്പര്യമുള്ള. സ്വന്തം. ഏവ നിശ്ചയമായും. ദിഷ്ണെ അങ്ങയുടെ ഐശ്വര്യത്തിൽ. അഭിരതസ്യ പൂർണ്ണമായി സംതൃപ്തനായ ഒരുവന്റെ. കിം എന്താവശ്യമാണ് അവിടെയുള്ളത്. തയാ അവളോടൊപ്പം. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ലോകത്തിന്റെ മാതാവും ഭാഗ്യദേവതയുമായ ലക്ഷ്മിക്ക്
അങ്ങേയറ്റം പ്രിയങ്കരമായ സേവനത്തിന്റെ അതേ തലത്തിലേക്ക് ഞാൻ നുഴഞ്ഞു കയറുന്നതിൽ എന്നോട് കോപമുണ്ടായേക്കുമെന്ന് ഞാൻ വിചാരിച്ചു പോകുന്നു. എങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായാൽ പോലും അങ്ങ് എന്റെ ഭാഗത്ത് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സാധുക്കളോട് വളരെ താല്പര്യമുള്ളവനും അങ്ങേക്ക് വേണ്ടിയുള്ള നിരർത്ഥകങ്ങളായ സേവനങ്ങൾ പോലും മഹാമനസ്കതയോടെ സ്വീകരിക്കുന്നവനുമാണ് അവിടുന്ന്. അതുകൊണ്ട് അവൾ ദേഷ്യത്തിലായാൽ പോലും അങ്ങ് അവളില്ലാതെ എന്തും നിർവഹിക്കാൻ സ്വയം പര്യാപ്തനാകിയാൽ അങ്ങേക്ക് ദോഷമൊന്നും ഭവിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ഹരേ കൃഷ്ണ. അപ്പോ ഈ ഒരു ഭാവാർത്ഥത്തില് ഈ ഒരു വിവർത്തനത്തിൽ എന്താണ്, ശ്ലോകത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? നമ്മൾ കണ്ടു, പൃഥു മഹാരാജാവ് ഭഗവാനെ സ്തുതിക്കുകയാണ് അല്ലെ. ഭഗവാനോട് ഭഗവാൻ വരം ചോദിച്ചപ്പോ, എന്തെങ്കിലും ഒരു വരം ചോദിക്കാൻ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു പൃഥു മഹാരാജാവ്? എനിക്ക് ദശലക്ഷക്കണക്കിന് കാതുകൾ ഭഗവാനെ കുറിച്ച് ശ്രവിക്കാൻ കാതുകളാണ് വേണ്ടത്, വേറെ കൈവല്യ മുക്തി അല്ലെങ്കിൽ സായുജ്യ മുക്തി ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് ഭഗവാനോട് ആര് പറയുന്നു? പൃഥു മഹാരാജാവ്. ഇവിടെ പൃഥു മഹാരാജാവ് കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു അല്ലെ, എനിക്ക് മഹാലക്ഷ്മി, അതായത് മഹാലക്ഷ്മി ഭഗവാന്റെ പാദസേവനമാണ് ചെയ്യുന്നത്, അതുപോലെ അതിന് തുല്യമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയാണ്. അപ്പൊ ലക്ഷ്മി ദേവിക്ക് എന്നോട് അസൂയോ കോപോ എന്തെങ്കിലും ഉണ്ടാവോ, അത് ഞങ്ങൾ തമ്മിലൊരു മത്സരം തന്നെ നടക്കുവോ എന്നൊരു ഭയം എനിക്കുണ്ട്. അപ്പൊ ഒരിക്കലും അത് ഐശ്വര്യഭാവത്തിലെ അല്ലെങ്കിൽ മാധുര്യഭാവത്തിലെ അല്ല പൃഥു മഹാരാജാവ് പറയുന്നത്. ഒരു സേവകൻ എന്ന നിലയിൽ സേവനം ചെയ്യാന്നാണ് അല്ലെ, അല്ലാണ്ട് ലക്ഷ്മി ദേവിയുടെ സ്ഥാനം എനിക്ക് കിട്ടണം അങ്ങനെ ആ ഒരു രീതിയിലല്ല പൃഥു മഹാരാജാവ് പറയുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ അത് വ്യക്തമാക്കി പറഞ്ഞു തരാണ്. അതായത് ലക്ഷ്മി ദേവിക്ക് എങ്ങാനും വല്ല ദേഷ്യം എന്നോട് ഉണ്ടായാല്, ഞാൻ ലക്ഷ്മി മാതാവിന്റെ തുല്യമായിട്ട് ഭഗവാന് സേവനം ചെയ്യുമ്പോൾ എന്നോട് വല്ല ദേഷ്യമോ കൽമഷോ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭഗവാൻ തന്നെ ക്ഷമിക്കണം. കാരണം ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് കോപം ഉണ്ടായേ, ലക്ഷ്മി ദേവി എങ്ങാനും ഭഗവാനെ ഉപേക്ഷിച്ച് പോയാലും ഭഗവാൻ എന്താണ്, സ്വയം പര്യാപ്തനാണ് അല്ലെ. വൈരാഗ്യം ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് പറയാം അല്ലെ. ഭഗവാൻ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയോട് അറ്റാച്ച്ഡ് അല്ല ആര്? ഭഗവാൻ. മഹാലക്ഷ്മി ഇല്ല എന്ന് വിചാരിച്ച് ഭഗവാന് ഒരു നഷ്ടവും വരാനില്ല എന്നാണ്. അതായത് ഒരു ദോഷവും സംഭവിക്കില്ല എന്ന്, അങ്ങേക്ക് ദോഷമൊന്നും ഭവിക്കില്ല എന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഇവിടെ പൃഥു മഹാരാജാവ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവി ഇല്ല എങ്കിൽ എന്നോട് ദേഷ്യം വന്നിട്ട് ഞാൻ ലക്ഷ്മിക്ക് തുല്യം സേവനം അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ അത് കണ്ടിട്ട് ലക്ഷ്മി ദേവിക്ക് എങ്ങാനും ദേഷ്യം വന്ന് കഴിഞ്ഞാല് ഭഗവാൻ എന്റെ കൂടെ നിൽക്കും. അതുപോലെ തന്നെ ലക്ഷ്മി ദേവി ഇല്ലെങ്കിലും ഭഗവാന് ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തില് പൃഥു മഹാരാജാവ് പറയുന്നത് ഭഗവാനോട്. ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാക്കിച്ച്. ലക്ഷ്മി മാതാവ് ഭാഗ്യത്തിന്റെ ദേവത, ഭഗവാൻ നാരായണന്റെ സരോജ പാദങ്ങൾ സദാ തലോടുന്നവളാണെന്ന് സകല ലോകർക്കും അറിയാം. ഭഗവാന്റെ എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ശ്രദ്ധ പതിപ്പിക്കുന്ന അവൾ ആദർശവതിയായ മാതൃകാ പത്നിയാണ്. അവൾ അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ ഗൃഹകാര്യങ്ങളിലും ജാഗ്രത പുലർത്തുന്നു. അവൾ അദ്ദേഹത്തിന് വേണ്ടി ഹൃദ്യങ്ങളായ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നു. അദ്ദേഹം ഭക്ഷിക്കുമ്പോൾ സമീപത്ത് നിന്ന് വിശറി കൊണ്ട് വീശിക്കൊടുക്കുന്നു, മുഖത്ത് ചന്ദനത്തൈലം പുരട്ടി കൊടുക്കുന്നു, ശയ്യ ശരിയാക്കി കൊടുക്കുന്നു. അങ്ങനെ അവൾ ഭഗവാന്റെ സർവ്വ കാര്യങ്ങളും ഒരു വീഴ്ചയും കൂടാതെ നിർവഹിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ ദൈനംദിന കാര്യങ്ങളുടെ സേവനത്തിൽ ഏർപ്പെടാൻ മറ്റൊരു ഭക്തനും അവസരം ലഭിക്കാറില്ല. അതുകൊണ്ട് ഭാഗ്യദേവതയുടെ സേവനങ്ങളിലെ തന്റെ നുഴഞ്ഞുകയറ്റം അവളെ ഈർഷ്യപ്പെടുത്തുമെന്നും അവൾക്ക് തന്നോട് ദ്വേഷമുണ്ടാകുമെന്നും പൃഥു മഹാരാജാവിന് ഏറെക്കുറെ നിശ്ചയമുണ്ടായിരുന്നു. പക്ഷേ ലോകത്തിന്റെ മാതാവായ ലക്ഷ്മി മാതാവ് പൃഥു മഹാരാജാവിനെ പോലെ നിരർത്ഥകനായ ഒരു ഭക്തനോട് എന്തിനാണ് കോപിക്കുന്നത്? ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. എന്നിട്ടും പൃഥു മഹാരാജാവ് അവന്റെ വ്യക്തിപരമായ സുരക്ഷയ്ക്ക് വേണ്ടി അവന്റെ ഭാഗത്ത് നിൽക്കണം എന്ന് ഭഗവാനോട് മുൻകൂട്ടി അഭ്യർത്ഥിച്ചു. അപ്പോ ഇതിനകത്ത് എന്താ പറയുന്നത്? പൃഥു മഹാരാജാവ് എന്തുകൊണ്ടാണ് ലക്ഷ്മി മാതാവിന്റെ ഭാഗ്യദേവതയായിട്ടുള്ള മഹാലക്ഷ്മി ഭഗവാന്റെ മുഴുവൻ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് നോക്കി നടത്തുകയാണല്ലേ. പാദസേവനം മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും അതുപോലെ വീട്ടുകാര്യത്തിലായാലും എല്ലാം ലക്ഷ്മി ദേവി എന്ത് ചെയ്യുന്നുണ്ട്? വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്ന് പറഞ്ഞുതരാണ് ശ്രീ പ്രഭുപാദര്. എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു? ഭഗവാന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നു, മുഖത്ത് ചന്ദനത്തൈലം പുരട്ടി കൊടുക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന് വിശറി കൊണ്ട് വീശി കൊടുക്കുന്നു. അങ്ങനെ അതുപോലെ ശയ്യ ഭഗവാന് കിടക്കാൻ ബെഡ് റെഡിയാക്കി കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു ഭാര്യയുടെ എല്ലാ ധർമ്മങ്ങളും ആര് ചെയ്യുന്നുണ്ട്? ലക്ഷ്മി ദേവി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു നുഴഞ്ഞുകയറ്റം, ആ ഒരു ഭഗവാനുള്ള സേവനത്തില് തന്റെ ഒരു നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ താനും കൂടെ അതിൽ ഉൾപ്പെടുമ്പോ ലക്ഷ്മി ദേവിക്ക്
എങ്ങാനും ഈർഷ്യ ഉണ്ടാവോ? പക്ഷെ ഇവിടെ ശ്രീല പ്രഭുപാദര് പറയാണ്, പൃഥു മഹാരാജാവിനെ പോലെ ഒരു നിരർത്ഥകനായ ഭക്തനോട്, അതായത് ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല പൃഥു മഹാരാജാവ് അത് ചെയ്യുന്നത്, അല്ലെ? ഭഗവാനെ സേവിക്കാൻ വേണ്ടി മാത്രം സേവനം ചെയ്യുന്ന ഒരു ഭക്തനോട് ലക്ഷ്മി ദേവിക്ക് എന്തിനാണ് ഈർഷ്യ? ലക്ഷ്മി ദേവി നമുക്കറിയാം ഭഗവാന്റെ അന്തരംഗ ശക്തി തന്നെയാണ്, അല്ലെ? രാധാറാണി ഒക്കെ നമ്മളൊക്കെ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യാൻ അവസരം തരാൻ? രാധാറാണിയോടാണ്, അല്ലെ? അപ്പൊ ഒരിക്കലും രാധാറാണിക്ക് നമ്മള് ഭഗവാന് സേവനം ചെയ്യുമ്പോൾ ഈർഷ്യ അല്ലെങ്കിൽ അസൂയ അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടാവില്ല, അല്ലെ? പക്ഷെ എന്നിരുന്നാലും പൃഥു മഹാരാജാവ് ഒരു സേഫ് സൈഡ് എടുത്തതാണ്. ഭഗവാനോട് പറയാണ്, എന്നെ പ്രൊട്ടക്ട് ചെയ്യണേ, ഭഗവാൻ അല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയമില്ല, അല്ലെ? ലക്ഷ്മി ദേവി എന്നോട് കോപിച്ചാൽ പോലും ഭഗവാൻ എന്നോട് പ്രൊട്ടക്ട് ചെയ്യണേ എന്നുള്ളത് ഒരു മുൻകൂർ ജാമ്യമായിട്ട് എടുക്കുകയാണെന്ന് പറയാണ് ഇവിടെ. കർമ്മകാണ്ഡപ്രകാരം അഥവാ ഫലേച്ഛ കർമ്മ നിയമപ്രകാരം സാധാരണ വൈദിക ആചാരങ്ങളിലും യജ്ഞങ്ങളിലും മുഴുകുന്നവനായിരുന്നു പൃഥു മഹാരാജാവ്. എങ്കിലും ഭഗവാന്റെ ദയാവായ്പും മഹാമനസ്കതയും അവന് ജീവിതത്തിന്റെ അത്യുന്നത പരിപൂർണത തലം പേരെടുത്ത് പറഞ്ഞാൽ ഭക്തിയുത സേവനം സമ്മാനിച്ചു. അപ്പോ ഇവിടെ പറയുന്നു, പൃഥു മഹാരാജാവ് ശരിക്കും കർമ്മകാണ്ഡത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിൻ പ്രകാരമാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യാനുള്ള ഒരു അവസരം ആർക്ക് ലഭിച്ചത്? പൃഥു മഹാരാജാവിന് ലഭിച്ചത്, അല്ലെ? കർമ്മകാണ്ഡത്തില് ചെയ്യുന്നത് കൊണ്ടാണ് അശ്വമേധ യാഗമൊക്കെ 100 അശ്വമേധം ഒക്കെ ചെയ്തത്, അല്ലെ? അതിലുള്ളവർക്കാണ്, അതായത് കർമ്മകാണ്ഡത്തിലുള്ളവർക്കാണ് അശ്വമേധമൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ പൃഥു മഹാരാജാവും അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈദിക ആചാരങ്ങളിലും യജ്ഞങ്ങളിലും ഒക്കെ മുഴുകുന്നവനായിരുന്നു പൃഥു മഹാരാജാവ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭക്തിയുത സേവനമാണ് കിട്ടിയത് പൃഥു മഹാരാജാവിന്. സ്വയം സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് ഉയർത്തപ്പെടണമെന്ന ലക്ഷ്യത്തോടെയാണ് സാധാരണയായ ഒരു വ്യക്തി വൈദിക ആചാരങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠിക്കുന്നത്. അത്തരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാനിലേക്ക് തിരികെ പോകുന്നതിന് ആരും യോഗ്യരാവില്ല. അപ്പോ നമ്മള് വൈദിക ആചാര്യപ്രകാരം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? പുണ്യം കിട്ടും, അല്ലെ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഈ പുണ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യാം? സ്വർഗീയ ഗ്രഹങ്ങളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെ? അപ്പൊ അത്തരം അനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാനിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ സാധിക്കില്ല. പകരം എങ്ങോട്ടാ പോവുക? നമ്മള് സ്വർഗത്തിലേക്കാണ് പോവുക. പക്ഷേ ഭഗവാൻ ദയാലുവായതിനാൽ ചില നിരർത്ഥക കർമ്മങ്ങൾ അംഗീകരിക്കും. ആകയാൽ വർണ്ണാശ്രമ ധർമ്മതത്വങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരുവനെ പരമോന്നതനായ ഭഗവാനെ സംതൃപ്തനാക്കാൻ കഴിയുമെന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ നിരർത്ഥക കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഭഗവാന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വൈദിക ആചാരപ്രകാരം ചെയ്താലും ഭഗവാൻ സ്വീകരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭൗതികമായ ഐശ്വര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾ എങ്ങോട്ടേ പോകുള്ളൂ? സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് പോകുള്ളൂ. പക്ഷെ അത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയായിട്ട് നമ്മൾ ചെയ്താൽ, അതായത് ഇവിടെ പൃഥു മഹാരാജാവിനോട് ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഈ ഒരു രാജ്യം, അതായത് ഈ ഒരു രാജ്യം വളരെ നല്ല രീതിയിൽ ഭരിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത്, അല്ലെ? അതുപോലെ തന്നെ പൃഥു മഹാരാജാവ് എന്തും കൂടെ ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന എല്ലാ ജനങ്ങൾക്കും, അതായത് പൃഥു മഹാരാജാവിന്റെ രാജ്യത്തിലുള്ള ജനങ്ങൾക്കൊക്കെ ഭക്തിയുത സേവനം ചെയ്യാനും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനും ഉള്ള ഒരു സൗകര്യം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അല്ലെ? എല്ലാവർക്കും ആ രീതിയിലുള്ള ജീവിതം ആണ് അവിടെ ആര് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? പൃഥു മഹാരാജാവ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഒരു ശ്ലോകത്തിൽ പഠിച്ചു, അത്തരത്തില് നല്ലൊരു രാജ്യം ഭരണം കാഴ്ചവെക്കുന്ന ഒരു രാജാവിന് തന്റെ രാജ്യത്തിലെ ജനങ്ങൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തിയുടെയും ഓരോ ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെയും ഒക്കെ എന്താണ് 1/6 അംശം കിട്ടും, അല്ലെ? ആ ഒരു അതുപോലെ തന്നെ തിരിച്ചും അങ്ങോട്ട് തെറ്റ് ചെയ്താൽ അവർക്ക് നമ്മള് അവരിൽ നിന്ന് അന്യായമായി നികുതി പിരിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരുടെ മുഴുവൻ പാപങ്ങളും ആര് ഏറ്റെടുക്കേണ്ടി വരും? ഭരണകർത്താവായിട്ടുള്ള രാജാവ് ഏറ്റെടുക്കേണ്ടി വരും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ പൃഥു മഹാരാജാവ് എന്താ ചെയ്തിട്ടുള്ളത്? അവർക്കൊക്കെ വേണ്ടുന്ന സൗകര്യങ്ങൾ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ ഭക്തിയുത സേവനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ പൃഥു മഹാരാജാവിന് ആ ഒരു പുണ്യം കൂടെ ഇതും കൂടെ കിട്ടും, അല്ലെ? അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഭഗവാൻ ഏർപ്പാട് ചെയ്തതുപോലെ. എങ്ങനെയാണോ ഭഗവാൻ പറഞ്ഞു ഇതാണ് ചെയ്യേണ്ടത്, അപ്പൊ ഭഗവാന്റെ തൃപ്തിക്ക് അർജുനൻ എങ്ങനെയാണോ യുദ്ധം ചെയ്തത് അതുപോലെയാണ് പൃഥു മഹാരാജാവ് രാജ്യം ഭരിച്ചത്. അതുകൊണ്ട് തന്നെ ചെയ്ത കർമ്മങ്ങളൊക്കെ വൈദിക ആചാരപ്രകാരമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഭഗവദ്ധാമത്തിലേക്ക് പോകാൻ സാധിച്ചു. സാധാരണഗതിയിൽ അത് സാധ്യമല്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇവിടെ പൃഥു മഹാരാജാവിന് അതിന് സാധിച്ചു. അതായത് വിഷ്ണു പുരാണത്തിൽ പറയുന്നു, എന്ത്? വർണ്ണാശ്രമ ധർമ്മതത്വങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരുവന്
പരമോന്നതനായ ഭഗവാനെ സംതൃപ്തനാക്കാൻ കഴിയുമെന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. അപ്പോൾ ഭഗവാനെ സംതൃപ്തനാക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഭഗവാൻ സംതൃപ്തനാകുമ്പോൾ യജ്ഞാനുഷ്ഠാനകൻ ഭക്തിയുത സേവനത്തിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടും. അതിനാൽ തന്റെ നിസ്സാരങ്ങളായ സേവനങ്ങൾ ലക്ഷ്മി മാതാവിന്റെ സേവനങ്ങളെക്കാൾ മഹത്വമുള്ളതായി ഭഗവാൻ അംഗീകരിക്കുമെന്ന് പൃഥു മഹാരാജാവ് പ്രതീക്ഷിച്ചു. ഭാഗ്യദേവതയെ ചഞ്ചല എന്ന് വിളിക്കപ്പെടുന്നു. അവൾക്ക് വിശ്രമമില്ല. എന്തുകൊണ്ടെന്നാൽ അവൾ എപ്പോഴും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൾ കോപം പൂണ്ട് അകന്നു പോയാൽ പോലും അവളുടെ സഹായമില്ലാതെയും എന്തും ഏതും നിർവഹിക്കാൻ പര്യാപ്തനായ വിഷ്ണു ഭഗവാന് ദോഷമൊന്നും ഭവിക്കുകയില്ലെന്ന് പൃഥു മഹാരാജാവ് സൂചിപ്പിച്ചു. ഉദാഹരണത്തിന് ഗർഭോദകശായി വിഷ്ണു അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മദേവന് ജന്മം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങൾ തലോടിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഉപവിഷ്ടയായിരുന്ന ലക്ഷ്മി മാതാവിന്റെ ഒരു സഹായവും തേടിയിരുന്നില്ല. സാധാരണയായി ഒരു പുത്രൻ ജനിക്കുന്നത് ഭർത്താവിൽ നിന്ന് ഗർഭവതിയാകുന്ന ഭാര്യ നിശ്ചയ സമയത്തിന് ശേഷം പ്രസവിക്കുമ്പോഴാണ്. പക്ഷേ ബ്രഹ്മദേവന്റെ ജന്മത്തിന്റെ കാര്യത്തിൽ ഗർഭോദകശായി വിഷ്ണു ലക്ഷ്മി മാതാവിനെ ഗർഭം ധരിപ്പിച്ചിരുന്നില്ല. സ്വയം പര്യാപ്തനായതിനാൽ ഭഗവാൻ സ്വന്തം നാഭിയിൽ നിന്ന് ബ്രഹ്മാവിന് ജന്മം നൽകി. ആയതിനാൽ ലക്ഷ്മി മാതാവ് കോപിഷ്ഠയായാലും വിഷ്ണു ഭഗവാനോ തനിക്ക് തന്നെയോ ഒരു ദോഷവും ഭവിക്കുകയില്ലെന്ന് പൃഥു മഹാരാജാവിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, നമ്മള് ഇത്തരത്തില് വൈദിക ആചാരപ്രകാരം ഭഗവാന്റെ സംതൃപ്തിക്കായിക്കൊണ്ട് യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഭക്തിയുത സേവനത്തിന്റെ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ ഒരു അവസരം കിട്ടുന്നു. അതായത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി, ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി എന്നല്ല ഇവിടെ പറയുന്നത്. യജ്ഞങ്ങൾ വൈദിക ആചാരപ്രകാരം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ഭഗവാന്റെ സംതൃപ്തിക്കായി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള ഭക്തിയുത സേവനം ചെയ്യാനുള്ള അവസരം അത് നമുക്ക് കിട്ടും. അങ്ങനെ നിസ്സാരങ്ങളായ സേവനങ്ങൾ, അതിനാൽ തന്റെ നിസ്സാരങ്ങളായ സേവനങ്ങൾ ലക്ഷ്മി മാതാവിന്റെ സേവനങ്ങളെക്കാൾ മഹത്വമുള്ളവയായി ഭഗവാൻ അംഗീകരിക്കുമെന്ന് പൃഥു മഹാരാജാവ് പ്രതീക്ഷിച്ചു. അപ്പോ ലക്ഷ്മി മാതാവ് ചെയ്യുന്നതിനേക്കാൾ തന്റെ ചെറിയ ചെറിയ സേവനങ്ങളാണ് ഭഗവാനെ കൂടുതൽ സന്തോഷിപ്പിക്കാന്ന് പൃഥു മഹാരാജാവ് വിചാരിക്കുകയാണ് ഇവിടെ. അപ്പോ ഭാഗ്യദേവതയെ ചഞ്ചല എന്ന് വിളിക്കുന്നു, അല്ലെ? ശരിയല്ലേ? എല്ലാവരുടെ അടുത്തും ഭാഗ്യദേവത പെർമനന്റ് ആയിട്ട് ഇരിക്കില്ല. ഒരു ദിവസം ഒരിടത്ത് ഇരിക്കുമ്പോൾ ഒരു ദിവസം വേറൊരിടത്ത് പോകും. അപ്പോ ഭാഗ്യദേവത ചഞ്ചല എന്ന് വിളിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നില്ല. എങ്ങാനും ഭാഗ്യദേവത കോപപ്പൂണ്ട് ഭഗവാനെ ഉപേക്ഷിച്ചു പോയാലും ഭഗവാനോ എനിക്കോ, അതായത് പൃഥു മഹാരാജാവിനോ ഒരു നഷ്ടവും സംഭവിക്കില്ല, ദോഷമൊന്നും ഭവിക്കില്ല എന്ന് പൃഥു മഹാരാജാവ് സൂചിപ്പിച്ചു. ഇവിടെ ശ്രീ പ്രഭുപാദർ ഉദാഹരണമായിട്ട് പറയുന്നു, ഗർഭോദകശായി വിഷ്ണുവിടെ നാഭിയിൽ നിന്നാണ് ആര് വന്നിട്ടുള്ളത്? ബ്രഹ്മാവ് വന്നിട്ടുള്ളത്, അല്ലെ? അദ്ദേഹത്തെ സദാ പാദസേവനം ചെയ്യുന്ന മഹാലക്ഷ്മിയെ ഗർഭവതി ആക്കിയിട്ടില്ല, മഹാലക്ഷ്മി അമ്മയായിട്ടില്ല, അല്ലെ? ബ്രഹ്മാവ് സ്വയം ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ആരെ ആശ്രയിക്കേണ്ട ആവശ്യം ഭഗവാനില്ല, ലക്ഷ്മി മാതാവിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ സ്വയം പര്യാപ്തനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനോ തനിക്കോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അഥവാ മഹാലക്ഷ്മി കോപിഷ്ഠയായാലും എന്ന് പൃഥു മഹാരാജാവ് വിചാരിക്കുകയാണ്. ശ്ലോകം 29. ഓം നമോ ഭഗവതേ വാസുദേവായ ഭജന്ത്യ തത്വാമത ഏവ സാധവോ വ്യുതസ്തമായ ഗുണവിഭ്രമോദയം. ഭവത്പദാനുസ്മരണാദൃതേ സതാം നിമിത്തമന്യത് ഭഗവന്ന വിദ്മഹേ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം ചൊല്ലായിരിക്കും. ഈ ഒരു ശ്ലോകം താഴെ 2 സ്പ്ലിറ്റ് ആയിട്ടാണ് പേജ്. ഓം നമോ ഭഗവതേ വാസുദേവായ മന്യേ ഗിരം തേ ജഗതാം വിമോഹിനീം വരം വൃണീഷ്വേതി ഭജന്തമാർത്ഥയത് വാചാനുതന്ദ്യാ യദി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. മന്യേ ഗിരം തേ ജഗതാം വിമോഹിനീം വരം വൃണീഷ്വേതി ഭജന്തമാർത്ഥയത് വാചാനുതന്ദ്യാ യദി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ. ചൊല്ലാം, ബാക്കിയുള്ളവർക്ക് ചൊല്ലാം. വസന്ത മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കാണാല്ലേ? കാണണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ മന്യേ ഗിരം തേ ജഗതാ വിമോഹിനീം വരം വൃണീഷേതി ഭജന്തമാത്തയത് വാചാനുതന്ദ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ.
ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഭാരതി അമ്മ മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാംബി മോഹിനിം വരം വൃണീഷ്വേദി ഭജന്തമാത്തതദ് യത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഗീതാ മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനീം വരം വൃണീഷ്വേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. വത്സല ഗോപാലൻ മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനീം വരം വൃണീഷേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ മാതാജി. സാവിത്രി കൃപേശ്വരി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനിം വരം വൃണീഷ്യേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോ അസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഭാരതി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കേൾക്കുന്നില്ലേ മാതാജി? കേൾക്കാം മാതാജി, ചൊല്ലിക്കോളൂ. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിതീം വരം വൃണീഷ്യേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മായാതീത മംഗള ദേവദാസി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനീം വരം വൃണീഷ്വേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഗീതാ മാതാജി. ഗീതാസി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനിം വരം വൃണീഷ്വേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഉഷാ കുമാരി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനീം വരം വൃണീഷ്വേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വിരജ വിജയ ദേവിദാസി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനി വരം വൃണീഷേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ശ്രീജാൻജി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനീം വരം വൃണീഷ്യേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും ചൊല്ലാൻ താല്പര്യമുണ്ടോ ഇനി? ഹരേ കൃഷ്ണ. രതി ആചാര്യ മാതാജി ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനി വരം വിനശ്യേതി ഭജന്തമാത്രയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. ഹരേ കൃഷ്ണ മാതാജി.
ഹരേ കൃഷ്ണ. രമാ വേണുഗോപാലൻ മാതാജി ഹരേ കൃഷ്ണ ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാം വിമോഹിനീം വരം വൃണീഷ്വേതി ഭജന്തമാതയത് വാചാനുതന്ധ്യായതി തേ ജനോസിത കഥം പുനഃ കർമ്മ കരോതി മോഹിത. ഹരേ കൃഷ്ണ മാതാജി. ഇനി ആർക്കെങ്കിലും ചൊല്ലണോ? കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭജന്ത്യതത്വാമത ഏവ സാധവോ വ്യുതസ്തമായ ഗുണവിഭ്രമോദയം ഭവത്പദാനുസ്മരണാദൃതേ സദാ നിമിത്തമന്യത് ഭഗവന്ന വിദ്മഹേ. ഭജന്തി അവർ ആരാധിക്കുന്നു, അഥ ആകയാൽ, ത്വാ അങ്ങ്, അഥഹ ഏവ ആയതിനാൽ, സാധവഃ എല്ലാ വിശുദ്ധ വ്യക്തികളും, വ്യുതസ്ഥ ആര് ഇല്ലാതാക്കുന്നുവോ, മായാഗുണ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ, വിഭ്രമ മിഥ്യാസങ്കല്പങ്ങൾ, ഉദയം ഉത്പാദിപ്പിച്ചു, ഭവത് അങ്ങയുടെ പാദപങ്കജങ്ങൾ, അനുസ്മരണാത് നിരന്തരം സ്മരിക്കുക, ഹൃദയ ഒഴികെ സദാ മഹാവിശുദ്ധരായ വ്യക്തികളുടെ നിമിത്തം കാരണം, അന്യത് മറ്റ്, ഭഗവൻ അല്ലയോ പരമദിവ്യോത്തം പുരുഷനായ ഭഗവാനെ, ന അല്ല, വിദ്മഹേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദിച്ചേ. സർവദാ മുക്തരായ മഹാവിശുദ്ധരായ വ്യക്തികൾ അങ്ങയുടെ ഭക്തിയുത സേവനം സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ ഭക്തിയുത സേവനം ഒന്നുകൊണ്ട് മാത്രമേ ഒരുവന് ഭൗതിക അസ്തിത്വത്തിന്റെ വിദ്യാമോഹങ്ങളിൽ നിന്ന് മോചിതനാകാൻ കഴിയൂ. അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, മുക്താത്മാക്കൾ അങ്ങയുടെ പാദങ്ങളെ കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊഴിച്ച് അവർ അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ ശരണം തേടുന്നതിന് മറ്റൊരു കാരണവുമില്ല. അപ്പോ ഈ ഒരു ശ്ലോകത്തില് എന്താണ് പൃഥു മഹാരാജാവ് പറയുന്നത്? ഭഗവാനെ സ്തുതിക്കുകയാണ് പൃഥു മഹാരാജാവ്, അല്ലെ? എല്ലാ മുക്താത്മാക്കളും എല്ലാ സമയത്തും എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ ഭക്തിയുത സേവനമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവര് ഭക്തിയുത സേവനം സ്വീകരിച്ചത്? ഇത് മാത്രമാണ് ചെയ്യുന്നത്, അല്ലെ? ഭൗതിക അസ്തിത്വത്തിന്റെ വിദ്യാമോഹങ്ങളിൽ ഈ ഒരു പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ഒരു ഭൗതിക ഭവസാഗരത്തിൽ നമുക്ക് പുറത്തു കടക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഈ വിദ്യാസങ്കല്പങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു കടക്കാൻ ഇതേ ഉള്ളൂ ഒരു വഴി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുക്താത്മാക്കളായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള ആളുകള് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത്. അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, മുക്താത്മാക്കൾ അങ്ങയുടെ പാദങ്ങളെ കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊഴിച്ച് അവർ അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ ശരണം തേടുന്നതിന് മറ്റൊരു കാരണവുമില്ല. അപ്പോ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ഇത്തരത്തിലുള്ള മുക്താത്മാക്കളെ, ശുദ്ധാത്മാക്കളെ ആശ്രയിക്കുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമില്ല. ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഭഗവാന്റെ സേവനം ചെയ്യാന്നുള്ളത്. വേറെ ഒരു കാരണവും കൊണ്ടും അല്ല അവര് ഈ ഒരു ഭക്തിയുത സേവനം ചെയ്യുന്നത് എന്നാണ് ഇവിടെ പൃഥു മഹാരാജാവ് പറയുന്നത്. ഭാവാർത്ഥത്തിൽ പ്രഭുപാദൻ എന്താ പറയുന്നത് നോക്കാം. ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദിച്ചേ. കർമ്മികൾ പൊതുവെ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി ഫലകാംക്ഷ കർമ്മങ്ങളിൽ മുഴുകുന്നു. ജ്ഞാനികൾ എന്ത് തന്നെയായാലും ഭൗതിക സുഖങ്ങൾ അന്വേഷിച്ചലഞ്ഞ് അവയോട് ഉളവായവരാണ്. ജീവാത്മാക്കളായതിനാൽ ഭൗതിക ലോകത്തിൽ തങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിന് ശേഷം ജ്ഞാനത്തിൽ യഥാർത്ഥത്തിൽ പക്വമതികളായി കഴിയുന്ന ജ്ഞാനികൾ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ആത്മസമർപ്പിതരാകണം. ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ബഹൂനാം ജന്മനാമന്തേ, ഒരുവൻ ഭക്തിയുത സേവനത്തിന്റെ തലത്തിലേക്ക് ഉയരാതെ ആത്മസാക്ഷാത്കാരം സമ്പൂർണമാകില്ല. അതുകൊണ്ട് ആത്മാരാമന്മാരായിട്ടുള്ളവർ, ആത്മസംതൃപ്തരായിട്ടുള്ളവർ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സർവ്വവിധ മാലിന്യങ്ങളിൽ നിന്നും മുക്തരാണെന്ന് ശ്രീമദ് ഭാഗവതം പ്രസ്താവിക്കുന്നു. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? കർമ്മികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലേച്ഛ കർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലെ? ഭൗതികമായ ഐശ്വര്യത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മികള് പൊതുവെ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി ഉള്ള ഫലകാംക്ഷ കർമ്മങ്ങളിൽ മുഴുകുന്നു. ജ്ഞാനികളോ, അതായത് ഭൗതികവാദികൾ അല്ലെങ്കിൽ കർമ്മികൾ, കർമ്മകാണ്ഡത്തിൽ ഇരിക്കുന്നവർ എപ്പോഴും സ്വന്തം സന്തോഷത്തിന് വേണ്ടി, ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. എന്നാൽ ജ്ഞാനികൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും എന്താണ് നമുക്ക് ഭക്തിയിലേക്ക് വരാൻ പറ്റില്ല, അല്ലെ? അവര് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവനത്തിലേക്ക് ഏർപ്പെടണം. അപ്പോൾ ജ്ഞാനികളായിട്ടുള്ളവര് എന്താണ് ഒരുപാട് നമ്മള് ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബഹൂനാം ജന്മനാ മന്ദേ ജ്ഞാനവാൻമാം പ്രപദ്യതേ, അല്ലെ? ഒരുപാട് ജന്മാന്തരങ്ങള് ഈ ഭൗതികമായ സുഖങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ഒരാള് ജ്ഞാനിയായി മാറി അങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളോട് വെറുപ്പുളവാകുന്നവരായി മാറുന്നത് എന്ന് പറയുന്നു. ഭൗതിക സുഖങ്ങൾ അന്വേഷിച്ച് അലഞ്ഞ് അവയോട് വെറുപ്പുളവായവരാണ് ജ്ഞാനികൾ.
പിന്നെയോ ഇവിടെ ഭൗതിക ലോകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് എന്താണ്? ഭക്തിയുത സേവനം അത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ആത്മാരാമന്മാരായി, അതായത് ഭക്തിയുത സേവനത്തിന്റെ തലത്തിലേക്ക് ഉയരാതെ ആത്മസാക്ഷാത്കാരം സമ്പൂർണ്ണമാകില്ല എന്നിവിടെ പ്രഭുപാദർ പറയാണ്. അതായത് അത് മാത്രമാണ് നമുക്ക് സമ്പൂർണരാവാനുള്ള ഒരേ ഒരു മാർഗം. അതുകൊണ്ട് ആത്മാരാമന്മാരായിട്ടുള്ളവർ, ആത്മസംതൃപ്തരായിട്ടുള്ളവർ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ ത്രിഗുണങ്ങളുടെ സർവ്വവിധ മാലിന്യങ്ങളിൽ നിന്നും മുക്തരാണെന്ന് ശ്രീമദ് ഭാഗവതം പ്രസ്താവിക്കുന്നു. അപ്പോ ഭക്തിയുത സേവനത്തിലേക്ക് എത്തിയിട്ടുള്ള, ഭഗവാന്റെ സേവനം ചെയ്യലാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഭക്തന്മാര് ഇത്തരത്തിലുള്ള 3 ഗുണങ്ങളിൽ നിന്നും മുക്തരായിട്ടുള്ള ആളുകളാണെന്ന് ഭാഗവതം പറയുന്നു. ഒരുവൻ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബാധിതനായാലുടൻ പ്രത്യേകിച്ചും രജതമോ ഗുണങ്ങളുടെ അവൻ വളരെ ദുരാഗ്രഹിയും കാമാർത്ഥനുമായി തീരുകയും അതുമൂലം കഠിന സംരംഭങ്ങളിൽ മുഴുകുകയും രാപകൽ ഒരുപോലെ അധ്വാനിക്കുകയും ചെയ്യും. അത്തരം മിഥ്യാഹങ്കാരം ഒരുവനെ ഒരു ജീവിവർഗത്തിൽ നിന്ന് മറ്റൊരു ജീവിവർഗത്തിലേക്ക് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുകയും ഒരു ജീവിവർഗത്തിലും അവൻ വിശ്രമമില്ലാതാവുകയും ചെയ്യും. ജ്ഞാനി ഈ വാസ്തവം മനസ്സിലാക്കുകയും പ്രവൃത്തികൾ അവസാനിപ്പിച്ച് കർമ്മസന്യാസം സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓരോന്നും വ്യത്യസ്ത രീതിയിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞുതരാണ്. രജസ്തമോ ഗുണങ്ങളിലുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? ഭൗതികമായിട്ടുള്ള ഈ ഒരു ത്രിഗുണങ്ങളിൽ പെട്ട് അവര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്, അധ്വാനിക്കുകയാണ് അല്ലെ. എന്താണ്? മനഃഷ്ടാൻ ഇന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി അല്ലെ. അപ്പൊ അവര് ഈ ഒരു ഭൗതിക ലോകത്ത് വന്നിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അല്ലാതെ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണ്? നമ്മള് ഒരു 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും അല്ലെ. ഓരോ ശരീരം മാറ്റി 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 കൊണ്ടേയിരിക്കും. അപ്പൊ ജ്ഞാനി ആയിട്ടുള്ള ഒരു വ്യക്തി എന്താണ്? കുറെ കാലങ്ങൾ കഴിയുമ്പോൾ, കുറെ ജന്മങ്ങൾ കഴിയുമ്പോൾ ഒരു ജീവാത്മാവിന് ജ്ഞാനാർജനത്തിന്, അതായത് ഇതിനോടൊരു താല്പര്യം കുറയും അല്ലെ. നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇത് എന്ന് മനസ്സിലായി അതിനോടൊരു മടുപ്പ് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനാർജനത്തിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് വരും അവരുടെ ലൈഫിൽ. അപ്പൊ അവർക്ക് ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞ് ഈ ഒരു ഭൗതിക ലോകത്തുള്ള ഈ ഒരു കർമ്മം അല്ല ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുമാര് ജ്ഞാനികളായിട്ടുള്ളവര്. അങ്ങനെയുള്ളവർ എന്താ പറയുന്നത് ഇവിടെ? ജ്ഞാനി ഈ വാസ്തവം മനസ്സിലാക്കുകയും പ്രവൃത്തികൾ, എന്ത് പ്രവൃത്തികളാണ് അവസാനിപ്പിക്കുന്നത്? കാമ്യകർമ്മങ്ങൾ അല്ലെ, ഭൗതികമായ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ അത് അവസാനിപ്പിച്ച് കർമ്മസന്യാസം സ്വീകരിക്കുകയും ചെയ്യുന്നു. കർമ്മസന്യാസം എന്താണ്? കർമ്മസന്യാസം ഭൗതികമായ കർമ്മങ്ങൾ ചെയ്യല്ല, പിന്നെ ഭഗവാന്റെ സേവനം, അതാണ് കർമ്മസന്യാസം. എങ്കിലും അത് യഥാർത്ഥത്തിലുള്ള സംതൃപ്തിയുടെ തലമാകുന്നില്ല. ആത്മസാക്ഷാത്കാരത്തിന് ശേഷം ജ്ഞാനിയുടെ ഭൗതിക വിവേകം അവനെ ഭഗവാന്റെ പാതാരവിന്ദത്തിന്റെ ശരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ജ്ഞാനി, അതുകൊണ്ടാണ് പറയുന്നത് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാം പ്രപദ്യതേ അല്ലെ. ഒരുപാട് ജന്മങ്ങൾ ജ്ഞാനിയായിരുന്നിട്ടാണ് നമുക്ക് ഭക്തി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ജന്മത്തിലായിരിക്കില്ല ഇതൊക്കെ, പണ്ടൊക്കെ തിയറിറ്റിക്കലായി പഠിച്ചിട്ട് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ഭക്തിയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം ശ്രീല പ്രഭുപാദരുടെ ഈ ഒരു പർപ്പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? പെട്ടെന്ന് ഒരു ജ്ഞാനിക്ക് ഭക്തനാവാൻ സാധിക്കില്ല. അതിനൊരു പ്രോസസിങ് ടൈം, അതിനൊരു കുറച്ച് സമയം എടുക്കും. അങ്ങനെ എങ്കിലും അത് യഥാർത്ഥത്തിലുള്ള സംതൃപ്തിയുടെ തലമാകുന്നില്ല. ഒരു ജ്ഞാനി എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ അവസ്ഥയല്ല. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആളിനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ഭക്തിയുത സേവനം ചെയ്യുന്ന ആളിനെ എന്താ പറയുന്നത്? ഭക്തൻ എന്നാണ് പറയുന്നത് അല്ലെ. ജ്ഞാനി എന്നല്ല, ഭക്തൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ എപ്പോഴും എങ്ങനെയാ പറയുന്നത്? ജ്ഞാനി വത്സലനല്ല അല്ലെ. ഭഗവാൻ എന്താണ്? ഭക്തവത്സലനാണ്. ഒരു മിനിറ്റ്. ഭഗവാൻ ഭക്തവത്സലൻ എന്നാണ് പറയുന്നത് അല്ലെ, ജ്ഞാനി വത്സലൻ എന്നല്ല. അപ്പൊ ജ്ഞാനി നിന്ന് ഭക്തൻ എന്ന നിലയിലേക്ക് ഉയരാൻ കുറച്ച് ടൈം ഗ്യാപ്പ്, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോ ജ്ഞാനി ഒരിക്കലും പരിപൂർണ അവസ്ഥയിൽ വരുന്നില്ല. പക്ഷെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ ശരണത്തിലേക്ക് എന്ത് നയിക്കും നമ്മളെ? ഈ ജ്ഞാനം നയിക്കും അല്ലെ. നമുക്ക് കുറെ കാലം നമ്മൾ വെറുതെ തിയറിറ്റിക്കലായിട്ട് പഠിച്ചാലും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് ഭക്തിയിലേക്ക് വരാൻ സാധിക്കും. അനന്തരം ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ നിരന്തരം ധ്യാനിക്കുന്നതിലൂടെ മാത്രമേ അവൻ സംതൃപ്തനാവുകയുള്ളൂ. അപ്പോൾ സംതൃപ്തി എവിടെയുള്ളൂ? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേ ഉള്ളൂ. അതിനാൽ ഭക്തിയുത സേവനത്തിന്റെ പാത സ്വീകരിക്കുന്ന മുക്താത്മാക്കൾ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നേടുന്നു എന്ന് പറഞ്ഞ് പൃഥു മഹാരാജാവ് പര്യവസാനിപ്പിച്ചു. അതായത് ഭക്തിയുത സേവനമാണ് ഏറ്റവും അവസാനത്തെ ഒരു
തലം, ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ഭക്തിയുത സേവനം എന്ന് പറയാണ് ഇവിടെ പൃഥു മഹാരാജാവ്. മുക്തി തന്നെയാണ് ആത്യന്തികമെങ്കിൽ മുക്തരായ വ്യക്തികൾ ഭക്തിയുത സേവനം സ്വീകരിക്കുന്ന പ്രശ്നമേ ഉണ്ടാകുമായിരുന്നില്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിൽ നിന്ന് ലഭ്യമാകുന്ന ആത്മാനന്ദം എന്നറിയപ്പെടുന്ന അതീന്ദ്രിയാനന്ദം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നടത്തുന്ന ഭക്തിയുത സേവനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരമാനന്ദത്തിന് മുന്നിൽ വെറും നിസ്സാരമാണ്. അതുകൊണ്ട് പൃഥു മഹാരാജാവ് ഭഗവാന്റെ മഹിമകൾ നിരന്തരം ശ്രവിക്കുവാനും അപ്രകാരം അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ മനസ്സിനെ നിരന്തരം മുഴുകിക്കുവാനും അന്തിമമായി തീരുമാനിച്ചു. അതാണ് ജീവിതത്തിന്റെ അത്യുന്നത പരിപൂർണത. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, നമുക്ക് ആത്മാരാമന്മാരായിട്ട്, അതായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് കാലിക്കുളമ്പിനടിയിലെ ജലം പോലെയാണ്, നിസ്സാരമാണെന്നും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഭക്തിരസാമൃത സിന്ധുവിൽ നമ്മൾ പഠിച്ചതാണിത്. കാലിക്കുളമ്പിനടിയിലെ വെള്ളം എത്രയാണോ അതുപോലെയാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാനോടുള്ള ആ ഒരു ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് അതെന്താണ്, പരമാനന്ദമാണ് അല്ലെ. ആ പരമാനന്ദത്തിനോട് കമ്പയർ ചെയ്യുമ്പോഴാണ് ബ്രഹ്മാനന്ദം കാലിക്കുളമ്പിനടിയിലെ വെള്ളം പോലെ നിസ്സാരമാവുന്നത്. അപ്പോ പൃഥു മഹാരാജാവ് ചൂസ് ചെയ്യുന്നത് എന്താണ്, ഭക്തിയുത സേവനമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ഗിരം തേ ജഗദാംബി മോഹിനീം വരം വൃണീഷ്വേതി ഭജന്ത മാഥയത് വാചാനുതന്ധ്യായതി തേ ജനോസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. മന്യേ ഞാൻ പരിഗണിക്കുന്നു, ഗിരം വാക്കുകൾ, തേ അങ്ങയുടെ, ജഗതാം ഭൗതിക ലോകത്തോട്, വിമോഹിനി വിഭ്രമിപ്പിക്കുന്ന, വരം അനുഗ്രഹം, വൃണീശ്വ സ്വീകരിക്കുക മാത്രം, ഇതി ഈ രീതിയിൽ, ഭജന്തം അങ്ങയുടെ ഭക്തന്മാർക്ക് വേണ്ടി, ആഥ അങ്ങ് പറയുന്ന, യത് എന്തുകൊണ്ടെന്നാൽ, വാച വേദങ്ങളുടെ പ്രസ്താവനകളാൽ, നു നിശ്ചയമായും, തന്ധ്യ കയറുകളാൽ, യതി എങ്കിൽ, തേ അങ്ങയുടെ, ജനഹ ജനങ്ങൾ പൊതുവിൽ, അസിതഹ ബന്ധിക്കപ്പെടുന്നില്ല, കഥം എങ്ങനെ, പുനഃ വീണ്ടും വീണ്ടും, കർമ്മ ഫലം കാക്ഷിച്ചുള്ള പ്രവൃത്തികൾ, കരോതി ചെയ്യുന്നു, മോഹിതഃ മോഹിപ്പിക്കപ്പെട്ട്. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് അങ്ങയുടെ ഭക്തന്മാരോട് പറഞ്ഞത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. വേദങ്ങളിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആകർഷണങ്ങൾ തീർച്ചയായും അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാർക്ക് യോജിച്ചവയല്ല. ജനങ്ങൾ പൊതുവെ വേദങ്ങളുടെ മധുരവചസ്സുകളാൽ ബന്ധിതരായി കർമ്മഫലങ്ങളിൽ മോഹിതരായി വീണ്ടും വീണ്ടും ഫലേച്ഛാ കർമ്മങ്ങളിൽ മുഴുകുന്നു. അപ്പോ ഇവിടെ പൃഥു മഹാരാജാവ് പറയാണ്, ഭഗവാൻ എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അഹമേവ വേദ്യോ വേദാന്ത കൃദ്വേദ വിദേവ ചഹം അല്ലെ. ഭഗവാൻ തന്നെയാണ് വേദങ്ങളുടെ ഉപജ്ഞാതാവ്, ഭഗവാൻ തന്നെയാണ് വേദം, വേദ അന്തമാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ശരിയായ കാര്യമല്ല, അത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് പൃഥു മഹാരാജ ഇവിടെ പറയുന്നത്. അപ്പൊ വേദങ്ങളിൽ പ്രകാരം പോകുമ്പോൾ ആ വ്യക്തി എന്തിലാണ് കുടുങ്ങിപ്പോകുന്നത്, കർമ്മകാണ്ഡത്തിൽ കുടുങ്ങിപ്പോയി വീണ്ടും വീണ്ടും ഫലേച്ഛാ കർമ്മങ്ങൾ ചെയ്ത് അതിൽ മോഹിതരായി പോവുകയാണ് ചെയ്യുന്നതെന്ന് പൃഥു മഹാരാജ പറയണം. ആക്ച്വലി ഭഗവാൻ എന്തിനാണ് വേദങ്ങൾ തന്നിട്ടുള്ളത്, നമുക്ക് കാമ്യകർമ്മങ്ങൾ ചെയ്ത് കുറച്ചു കാലം ആ ഒരു ഭൗതികമായ ഐശ്വര്യത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഗ്രാജുവലി ഭക്തിയുത സേവനം അല്ലെ. വർണ്ണാശ്രമ ധർമ്മത്തിൽ എങ്ങനെയാ പറയുന്നത്, ആദ്യം ബ്രഹ്മചര്യം, പിന്നെ ഗൃഹസ്ഥാശ്രമം, പിന്നെ വാനപ്രസ്ഥം, പിന്നെ സന്യാസം. ഈ ഒരു ചിട്ടപ്രകാരം പോകാനാണ് വേദങ്ങൾ അനുശാസിക്കുന്നത്. അപ്പൊ അതിൻ പ്രകാരം അവസാനം ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള രീതിയിലാണ് വേദങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ത് പറ്റുന്നു, ഈ കാമ്യകർമ്മങ്ങൾ ചെയ്ത് ഭൗതികമായ ഐശ്വര്യങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ ആർക്കും എന്തിനു താല്പര്യമില്ല, ഇതിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ അല്ലെ. ഇത് ഉപേക്ഷിച്ച് ഭഗവാന്റെ ഒരു ഭക്തിയുത സേവനത്തിലേക്ക് സ്വയം ഏർപ്പെടുത്താൻ ആർക്ക് സാധിക്കുന്നില്ല, സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. അവരൊക്കെ അവിടെ മോഹിതരായി പോകുന്നു. അപ്പോ പരിശുദ്ധ ഭക്തന്മാർക്ക്, അതായത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാർക്ക് ഒരിക്കലും ഈ വേദപ്രകാരമുള്ള കാമ്യകർമ്മങ്ങൾ ഒന്നും യോജിച്ചതല്ല എന്ന് പൃഥു മഹാരാജാവ് ഇവിടെ പറയാണ്. ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വേദങ്ങളിൽ പേരെടുത്ത് പറഞ്ഞാൽ കർമ്മകാണ്ഡത്തിലും ജ്ഞാനകാണ്ഡത്തിലും പരാമർശിച്ചിട്ടുള്ള ഫലോദിഷ്ട കർമ്മങ്ങളിൽ അമിതാസക്തരാകുന്ന വ്യക്തികൾ നിശ്ചയമായും ശിക്ഷിക്കപ്പെടുകയാണെന്ന് ഗൗഡീയ സമ്പ്രദായത്തിലെ ഒരു ആയിരുന്ന ശില നരോത്തമദാസ് ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട്. വേദങ്ങൾ നമ്മുടെ പ്രവൃത്തികളെ, കർമ്മകാണ്ഡം ഫലം പ്രതീക്ഷിച്ചു ചെയ്യുന്ന പ്രവൃത്തികൾ, ജ്ഞാനകാണ്ഡം തത്വശാസ്ത്രപരമായ ഗവേഷണം, ഉപാസനാകാണ്ഡം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ ആരാധിക്കൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിൽ പെടുത്തിയിരിക്കുന്നു. ഈ ഭൗതിക ശരീരത്താൽ ഒരു ദേവന്റെ ശരീരമായാലും രാജാവിന്റെയോ മനുഷ്യന്റെയോ താഴേക്കിടയിലുള്ള മൃഗത്തിന്റെയോ ശരീരമായാലും കുടുക്കപ്പെടുന്നവർ നിശ്ചയമായും ദണ്ഡിപ്പിക്കപ്പെടുമെന്നതിനാൽ
കർമ്മകാണ്ഡത്തിലും ജ്ഞാനകാണ്ഡത്തിലും മുഴുകിയിട്ടുള്ളവരും ദണ്ഡിപ്പിക്കപ്പെടുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിവിധ ദുരിതങ്ങൾ സകലർക്കും ഒരുപോലെയാണ്. ഒരുവന്റെ ആധ്യാത്മിക അവസ്ഥ ബോധ്യമാക്കാൻ അവനിൽ ജ്ഞാനം വളർത്താനുള്ള ശ്രമവും ഒരു പരിധിവരെ സമയം പാഴാക്കലാണ്. ജീവസത്ത പരമോന്നതനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമായതിനാൽ ഭക്തിയുത സേവനത്തിൽ സ്വയം മുഴുകുകയാണ് അവന്റെ പ്രഥമ കർത്തവ്യം. അതുകൊണ്ട് ഭൗതികപരങ്ങളുടെ ആകർഷണങ്ങൾ ഒരുവനെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ കുരുക്കാനുള്ള മറ്റൊരു കെണിയാണെന്ന് പൃഥു മഹാരാജാവ് പറയുന്നു. ഭൗതിക സൗകര്യങ്ങളുടെ രൂപത്തിൽ ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്ന വരം തീർച്ചയായും വിഭ്രാന്തിക്ക് കാരണമാകുമെന്ന് അവൻ ഭഗവാനെ തുറന്നറിയിക്കുന്നു. ഒരു പരിശുദ്ധ ഭക്തൻ ഭുക്തിയിലോ മുക്തിയിലോ ഒട്ടും തന്നെ തത്പരനല്ല. അപ്പോ ഈ ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നത്, ശ്രീല പ്രഭുപാദൻ എന്താ പറയുന്നത്, വേദങ്ങളിൽ കർമ്മകാന്ഡം പിന്നെ ജ്ഞാനകാന്ഡം ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്താ പറയുന്നത്, ഇത്തരത്തിലുള്ള ഫലോദിഷ്ട കർമ്മങ്ങളിൽ അമിത ആസക്തിയാണ് ഇത് തരുന്നത്. അതായത് തുടക്കത്തിലാണ് ഈ വരുന്നത് അല്ലെ, കർമ്മകാന്ഡവും ജ്ഞാനകാന്ഡവും ഒക്കെ തുടക്കത്തിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഇതിലൂടെ എന്താണ് കിട്ടുന്നത്, ഭൗതികമായിട്ടുള്ള ഐശ്വര്യം. കാരണം അവർ ചെയ്യുന്നത് എന്താണ്, വൈദിക ആചാരപ്രകാരമുള്ള കർമ്മങ്ങളാണ് അല്ലെ, തെറ്റൊന്നും അവർ ചെയ്യുന്നില്ല. പക്ഷെ എന്താണ്, ഭൗതികമായിട്ടുള്ള ഐശ്വര്യം വരുമ്പോൾ നമുക്ക് സുഖങ്ങൾ ഇതൊക്കെ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ ആ രീതിയിൽ അങ്ങ് പോവാണ്. ഭഗവാനെ കുറിച്ച് ഓർക്കാനോ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാനോ സമയമോ അല്ലെങ്കിൽ ബുദ്ധിയോ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ അത് ആരെ വഴിതെറ്റിക്കുന്നതാണെന്ന് പറയുന്നു, മനുഷ്യരെ അല്ലെ. അപ്പൊ ഇത് ഗൗഡീയ സമ്പ്രദായത്തിലുള്ള ആചാര്യനായിരുന്നിട്ടുള്ള നരോത്തമദാസ ഠാക്കൂർ എന്താ പറഞ്ഞിരിക്കുന്നത്, അത്തരത്തിൽ ആസക്തരാകുന്ന, അതായത് ഫലോദിഷ്ട കർമ്മങ്ങളിൽ വൈദിക ആചാരപ്രകാരമുള്ള ഫലോദിഷ്ട കർമ്മങ്ങളിൽ ആകർഷ്ടരാകുന്ന വ്യക്തികള് നിശ്ചയമായും ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അവർ തെറ്റാണോ ചെയ്യുന്നത്, ഒരിക്കലും തെറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല, പക്ഷെ നമ്മളതിൽ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒരിക്കലും ഭക്തിയിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുക, ഭക്തിയുടെ സേവനം ചെയ്ത് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഒരു ഇതിലേക്ക് അവർ എത്താത്തിടത്തോളം കാലം എന്താണ്, അവർക്ക് ഈ ഭൗതിക ലോകത്ത് ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കണം. അത് എന്ത് തന്നെയാണ്, ജന്മ മൃത്യു ജരാവ്യാധി പറയുന്നത് എന്ത് തന്നെയാണ്, ശിക്ഷ തന്നെയാണ് അല്ലെ. അവർ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെ ഭൗതിക ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം എന്താണ്, ദേവന്മാരെ ആരാധിക്കുക, ഇങ്ങനെയുള്ള 3 വിഭാഗത്തിലാണ് ഈ ഒരു വേദങ്ങൾ അനുശാസിക്കുന്നതിന് പ്രകാരമുള്ള ഇത് സെക്ഷൻ വൈസ് തിരിച്ചിരിക്കുന്നത്. ഈ ഭൗതിക ശരീരത്താൽ ഒരു ദേവന്റെ ശരീരമായാലും രാജാവിന്റെയോ മനുഷ്യന്റെയോ താഴേക്കിടയിലുള്ള മൃഗത്തിന്റെയോ ശരീരമായാലും കുരുക്കപ്പെടുന്നവർ നിശ്ചയമായും ദണ്ഡിപ്പിക്കപ്പെടും. അതായത് എന്താ പറയാ, നമ്മള് ഈ ഭൗതികമായിട്ട് ബെറ്റർ ലൈഫ്, നല്ലൊരു രാജാവായതുകൊണ്ടോ അല്ലെങ്കിൽ ദേവനായി മാറിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. എല്ലാ ശരീരത്തിലും നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ശരീരവും ഇവിടെ ബെറ്റർ അല്ല. രാജാവിന്റെ ശരീരമോ ദേവന്മാരുടെ ശരീരമോ അത്തരത്തിലുള്ള ഉയർന്ന ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഒന്നും നമ്മള് എന്താ പറയാ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാം ദണ്ഡനം തന്നെയാണ് പറയുന്നത്. കർമ്മകാന്ഡത്തിലും ജ്ഞാനകാന്ഡത്തിലും മുഴുകിയിട്ടുള്ളവരും ദണ്ഡിക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത് എന്താണ് ഇവിടെയുള്ള ദണ്ഡനം പറയുന്നത്, എന്താണ്, നമ്മൾ ഇനിയും ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് അതിനെ ഒന്നും തന്നെ നമ്മളെ കരകയറ്റാൻ സാധിക്കില്ല. അതൊക്കെ എന്താണ്, ദണ്ഡനം. ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതൊക്കെ എന്താണ്, ദണ്ഡനം തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ചെറിയൊരു കുട്ടീനെ ഒരു അമ്മയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ആ കുട്ടിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ആ കുട്ടിക്ക് അമ്മയുടെ കൂടെയാണ് ഇരിക്കുമ്പോഴാണ് സുഖം കിട്ടുന്നത്. അപ്പൊ ആ കുട്ടി ഏത് നല്ല കൈകളിൽ അല്ലെങ്കിൽ ഏതൊരു അമ്മയുടെ കൈകളിൽ എത്തിയാലും സ്വന്തം അമ്മയുടെ കയ്യിൽ എത്തുന്നത് വരെ ആ കുട്ടി ദണ്ഡനം തന്നെയാണ് ആ കുട്ടിക്ക് അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഏതേത് ശരീരത്തിൽ നമ്മൾ എത്ര ഹയർ പൊസിഷൻ ഉള്ള ശരീരത്തിലാണെങ്കിൽ പോലും അതും ഒരു ദണ്ഡനം തന്നെയാണെന്ന് പറയുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിവിധ ദുരിതങ്ങൾ സകലർക്കും ഒരുപോലെയാണ്. അപ്പൊ ഈ ഭൗതിക പ്രകൃതിയിലെ ദുരിതങ്ങള് എല്ലാവർക്കും, മനുഷ്യർക്കും ദേവന്മാർക്കും മൃഗങ്ങൾക്കും ഒക്കെ ഒരുപോലെയാണ്. ഒരുവന്റെ ആധ്യാത്മിക അവസ്ഥ ബോധ്യമാക്കാൻ അവനിൽ ജ്ഞാനം വളർത്താനുള്ള ശ്രമവും ഒരു പരിധിവരെ സമയം പാഴാക്കലാണ്. ഈ ഒരു സെന്റൻസ് വരുമ്പോഴാണ് നമ്മള് ഭജഗോവിന്ദത്തിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻസ ഇല്ലേ, ഫസ്റ്റ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖംകരണേ. ദുഃഖംകരണ പറഞ്ഞാല് വ്യാകരണം പഠിക്കുക. അതായത് ഈ സംസ്കൃതത്തില് വ്യാകരണം പഠിക്കുക. സംസ്കൃതം എല്ലാവരും എന്തിനാണ് പഠിക്കുന്നത്, ദേവന്മാരുടെ ഭാഷയാണ്, അതായത് ഭഗവാന്റെ ഭാഷയാണ് സംസ്കൃതം എന്നാണ് പറയാ അല്ലെ. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയാനാണ് നമ്മൾ സംസ്കൃതം പഠിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ജ്ഞാനം വളർത്തുന്നത്. ആ ജ്ഞാനം വളർത്താനുള്ള ശ്രമം ഇതിനെന്താണ്, സമയം വേണം അല്ലെ.
അതും ഒരു പരിധി വരെ സമയം പാഴാക്കലാണ്. അതായത് ഇതുകൊണ്ട് കാര്യം നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു സമയം പാഴാക്കലാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഗോവിന്ദം ഭജ, അല്ലെ? ഭഗവാനെ ഭജിക്കുക, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള നമ്മള് ഈ ജ്ഞാനം വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയവും ഒരു സമയം പാഴാക്കൽ മാത്രമാണ്. അതിന് പകരം ഭക്തിയുത സേവനം അത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഒട്ടും സമയം പാഴായി പോവില്ല, അല്ലെ? ജീവസത്ത പരമോന്നതനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമായതിനാൽ ഭക്തിയുത സേവനത്തിൽ സ്വയം മുഴുകുകയാണ് അവന്റെ പ്രഥമ കർത്തവ്യം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പരമാത്മാവായിട്ടുണ്ടെന്ന്, അല്ലെ? ഭഗവാൻ എന്താണ്, പാർഷ്യൽ നോളജ് ഉള്ള ആളാണോ പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ? അല്ല, അല്ലെ? ഭഗവാൻ പരിപൂർണനായിട്ടുള്ള ഭഗവാനാണ്. ക്ഷീരോദകശായി വിഷ്ണു ആയ രൂപത്തിൽ നമ്മുടെയൊക്കെ ഉള്ളില് പരമാത്മാവായിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഭഗവാനെ നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയില്ലേ? ഭഗവാനെ സംബന്ധിക്കുന്ന A to Z നമുക്കറിയാം. പക്ഷെ ബദ്ധ ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിയിൽ കുടുങ്ങി നിൽക്കുന്നത് കൊണ്ടും ഈ ഭൗതിക മാലിന്യങ്ങളിലായതുകൊണ്ടും നമ്മുടെ മറവിയാണ് സംഭവിച്ചിരിക്കുന്നത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. അപ്പൊ ഇത് വെറുതെ നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിക്കുകയല്ല ശരിക്കും പറഞ്ഞു വേണ്ടത്. ഭഗവാന് സേവനമായിക്കൊണ്ട് നമ്മൾ ഭാഗവതം വായിക്കേണ്ടെന്നല്ല, ഭാഗവതം തീർച്ചയായിട്ടും ഭഗവാന്റെ സേവനമായിക്കൊണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി നമ്മൾ ചെയ്യുക. അതായത് ഇതൊക്കെ പഠിച്ച് എനിക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ വലിയ പഠിച്ച ആളാണെന്ന് കാണിച്ചു കൊടുക്കണം, ആ ഒരു രീതിയിലല്ല നമ്മള്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണത്? സമയം പാഴാക്കലാണ്. പക്ഷെ ഇത് വായിക്കുമ്പോൾ എന്റെ ഭഗവാൻ എന്റെ അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്, അപ്പൊ ഭഗവാൻ സന്തോഷമായിട്ടിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഭക്തിയുത സേവനമായിട്ടത് മാറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ചെയ്യേണ്ടത്. അതായത് അല്ലാതെ ഉള്ളതൊക്കെ എന്താണ്? സമയം പാഴാക്കലാണെന്ന് പറയുന്നു. ജീവസത്ത ഭഗവാന്റെ അവിഭാജ്യ ഘടകം, അതായത് നമ്മൾ ഭഗവാന്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ഉള്ളില് ഭഗവാൻ പരമാത്മാവായിട്ടുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് നേടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, അത് ഭക്തിയുത സേവനമാക്കി മാറ്റാൻ. ഏതൊരു കാര്യവും നമ്മൾ ഭഗവാന്റെ സേവനത്തിലേക്ക് മാറ്റണം. അപ്പൊ അവിഭാജ്യ ഘടകമായതിനാൽ ഭക്തിയുത സേവനത്തിൽ സ്വയം മുഴുകുക, അത് എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടിയാണ്. അതാണ് നമ്മുടെ പ്രഥമ കർത്തവ്യം. അതുകൊണ്ട് ഭൗതിക വരങ്ങളുടെ ആകർഷണങ്ങൾ ഒരുവനെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ കുരുക്കാനുള്ള മറ്റൊരു കെണിയാണെന്ന് ആര് പറയുന്നു ഇവിടെ? പൃഥു മഹാരാജാവ്, അല്ലെ? ഈ ഭൗതികമായ ഐശ്വര്യം നമുക്ക് കൂടുതൽ തരേണ്ട ആവശ്യമില്ല, അത് നമ്മളെ വിഭ്രാന്തരാക്കും, നമ്മളെ ഇവിടെ കുടുക്കിയിടേയുള്ളൂ. പരിശുദ്ധ ഭക്തൻ ഭുക്തിയിലോ മുക്തിയിലോ ഒട്ടും തന്നെ താത്പരനല്ല. അതായത് ഭുക്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൗതികമായ ഐശ്വര്യം. മുക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ എന്താ പറയാ, ഭഗവാന്റെ സേവനം ചെയ്യുന്നില്ല, അതിനു മുമ്പേ ഉള്ള ഒരു സിറ്റുവേഷൻ. മുക്തിക്ക് ശേഷമാണ് ഭക്തിയുത സേവനം വരുന്നത്. അപ്പൊ ഭക്തൻ ഇത് രണ്ടിന്റെയും ആവശ്യമില്ല. ഭക്തൻ ഡയറക്റ്റ് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ യോഗ്യനായിട്ടുള്ള ആളാണ് പരിശുദ്ധ ഭക്തൻ ട്ടോ. ഭൗതിക സൗകര്യങ്ങൾ തങ്ങളെ സന്തുഷ്ടരാക്കുകയില്ലെന്ന തിരിച്ചറിവിലെത്തിയിട്ടില്ലാത്ത നവാഗത ഭക്തന്മാർക്ക് ഭഗവാൻ ചിലപ്പോഴൊക്കെ വരങ്ങൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. വളരെയൊന്നും ബുദ്ധിമാനല്ലാത്ത ഒരു ആത്മാർത്ഥ ഭക്തൻ ചില ഭൗതിക നേട്ടങ്ങൾ ആവശ്യപ്പെട്ടാലും ഭഗവാൻ സർവജ്ഞനായതിനാൽ സാധാരണഗതിയിൽ അവ നൽകാറില്ലെന്ന് മാത്രമല്ല, ഭക്തനെ ആത്യന്തികമായി തനിക്ക് സമ്പൂർണ്ണ സമർപ്പിതനാക്കാൻ അവൻ അപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക സൗകര്യങ്ങൾ കൂടി തിരിച്ചെടുക്കുമെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ ഭഗവാൻ പറയുന്നു. മറ്റു വാക്കുകളിൽ വിശദമാക്കിയാൽ ഭൗതിക സൗകര്യങ്ങളുടെ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശുഭോദർക്കമായിരിക്കില്ല. മഹായാഗങ്ങൾ അനുഷ്ഠിച്ചാൽ അവയ്ക്കുള്ള പ്രതിഫലമായി സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് ഉയർത്തപ്പെടുമെന്നുള്ള വേദങ്ങളിലെ പ്രസ്താവനകൾ വിഭ്രാന്തികൾ ഉളവാക്കുന്നവയാണ്. ആയതിനാൽ ഭഗവത്ഗീത 2:42 ഭഗവാൻ പറയുന്നു, യം ഇമാം പുഷ്മിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ. ബുദ്ധി കുറഞ്ഞ വിഭാഗത്തിലുള്ള ആളുകൾ അവിപശ്ചിതഃ വേദങ്ങളുടെ മനോഹരമായ ഭാഷയാൽ ആകർഷിക്കപ്പെട്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഫലോദിഷ്ട കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. അപ്രകാരം അവർ വിവിധ ശരീര രൂപങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന ജീവിതങ്ങൾ തോറും വളരെ വളരെ കഠിനമായി അന്വേഷിച്ചലയുന്നു. അപ്പോ ഇവിടെ ഭൗതിക ഐശ്വര്യങ്ങൾ എന്താണ്? ആരെ സന്തുഷ്ടരാക്കില്ല? ഭക്തന്മാർക്ക്, അല്ലെ? ഭക്തന്മാരെ സന്തുഷ്ടരാക്കില്ല എന്ന് പറയുന്നു. പക്ഷെ നവാഗത ഭക്തന്മാർക്ക് എന്താണ്? ചിലപ്പോഴൊക്കെ വരങ്ങൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. അതായത് നമുക്കറിയാം ധ്രുവ മഹാരാജാവിന് ഭഗവാൻ എന്താ കൊടുത്തത്? മുഴുവൻ ഭൗതിക ഐശ്വര്യം കൊടുത്തു, ധ്രുവലോകം കൊടുത്തു, അല്ലെ? പക്ഷെ ചിലർക്ക് മാത്രമേ ഭഗവാൻ അങ്ങനെ കൊടുക്കുള്ളൂ, ചിലർക്ക് ഭഗവാൻ അത് കൊടുക്കില്ല എന്നും പറയുന്നു. ചിലരുടേത് ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ, അതായത് നമ്മള് ഭഗവാന്റെ ഭക്തിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ള ഐശ്വര്യങ്ങളും അവരുടെ ഉള്ള സമ്പത്തും ഒക്കെ ഭഗവാൻ തിരിച്ചെടുക്കും എന്നും പറയുന്നു, അല്ലെ? എല്ലാവരുടെ കാര്യം ഒരുപോലെയല്ല. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം സുവേദന കശ്ചന, അല്ലെ? അപ്പൊ ഭഗവാൻ അറിയാം ഓരോ ജീവാത്മാവും ഏത് രീതിയിലാണ് അവൻ പോകുന്നത്, അവന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് ആർക്കറിയാം?
ഭഗവാൻ അറിയാം. അപ്പൊ ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നിട്ടുള്ള ഒരാളിനെ ഭഗവാൻ എന്ത് ചെയ്യില്ല, തിരിച്ചു പോകാൻ, തിരിച്ച് വീണ്ടും ഭൗതിക ലോകത്തേക്ക് മുഴുകാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല അല്ലെ. അങ്ങനെയുള്ള ഒരാൾ, ഇപ്പൊ ഒരാൾ ഭൗതിക ലോകത്ത് മുഴുകി പോകില്ല എന്നുള്ള ഒരാൾക്ക് മാത്രമാണ് ഭഗവാൻ ഭൗതികമായ ഐശ്വര്യം കൊടുക്കുന്നത്. അതല്ലാതെ ഇപ്പൊ ഐശ്വര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി വീണ്ടും അധപതിച്ചു പോകുന്നുള്ള തോന്നൽ ഭഗവാൻ ഉണ്ടായാൽ അത്തരത്തില് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു വരാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഭഗവാനോടൊരു പ്രേമഭക്തി അല്ലെ. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് എത്ര ആഗ്രഹം ഉണ്ടോ അതൊക്കെ ഭഗവാൻ അറിയാം. അപ്പൊ അത്തരത്തിലുള്ള ആള് എങ്ങനെയെങ്കിലും വഴിവിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എല്ലാ ഐശ്വര്യങ്ങളും ആര് തിരിച്ചെടുക്കും? ഭഗവാൻ തിരിച്ചെടുക്കും. അതല്ലാതെയുള്ള, അപ്പൊ ധ്രുവ രാജാവിനെ പോലെയുള്ള ആളിന് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഡിപ്പെൻസ്, അതായത് ഓരോ വ്യക്തിക്ക് എന്താണോ അർഹത അതിനനുസരിച്ചാണ് ഭഗവാൻ ചെയ്യുക. ഭഗവത്ഗീത 2:42 എന്ത് പറയുന്നു ഭഗവാൻ? ഇമാം പുഷ്പിതാം ഭാജം പ്രവദന്തി അഭിപശ്ചിത. ബുദ്ധി കുറഞ്ഞ വിഭാഗത്തിലുള്ള ആളുകൾ, അത് അങ്ങനെയുള്ള ആളുകളാണ് വേദങ്ങളുടെ മനോഹരമായ ഭാഷയാൽ ആകർഷിക്കപ്പെട്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഫലോദിഷ്ട കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ്, ജീവിതം ഒരുപാട് ജന്മാന്തരങ്ങൾ എടുത്തിട്ട് വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കേണ്ടി വരും അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे, हरि हरि बोल. हरे कृष्णा.